വെളിച്ചമേ എൻ യേശുനാഥനേ, ജീവന്റെ വെളിച്ചത്തിൽ നടത്തുന്ന എൻ യേശുനാഥനേ, ലോകത്തിൽ ഉദിച്ചൊരു വെളിച്ചമേ എൻ യേശുനാഥനേ, ജീവന്റെ വെളിച്ചത്തിൽ നടത്തുന്ന എൻ യേശുനാഥനേ. ഓ രാജാവേ, എൻ കർത്താവേ, ഓ രാജാവേ, എൻ കർത്താവേ. കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ഹോളിലായിരിക്കുന്ന, ഈ ശബ്ദപരിധിയിലായിരിക്കുന്ന സകലരെയും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. ഞാൻ ഇന്നിവിടെ ആയിരിക്കുമ്പോൾ വളരെ സന്തോഷവാനാണ്. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നൊരു കാര്യമുണ്ട്. ഒരു ദൈവദാസന്റെ സന്തോഷം എന്ന് പറയുന്നത്, ഒരു ഭാഗത്ത് ദുഃഖമുണ്ട്. കാരണം ദൈവവചനം കേട്ട് കഴിയുമ്പോൾ, ദൈവരാജ്യത്തിൻ്റെ വചനം കേട്ട് കഴിയുമ്പോൾ ഉൾക്കൊള്ളാൻ കഴിയാതെ ഒരു കൂട്ടം മാറി മാറി പോകുമ്പോൾ ഒരു ഭാഗത്ത് ദുഃഖമുണ്ട്. പക്ഷെ വേറൊരു ഭാഗത്ത് സന്തോഷം എന്ന് പറയുന്നത്, ചെറിയൊരു കൂട്ടം ഫലം കൊടുക്കുന്നു. തൻ്റെ മക്കൾ സന്തോഷത്തിൽ ജീവിക്കുന്നു, സന്തോഷത്തിൽ വളരുന്നു, അല്ലെങ്കിൽ വചനത്തിൽ വളരുന്നു എന്നതിനേക്കാൾ വലിയൊരു സന്തോഷം, അതായത് ഫലം കാണുമ്പോഴുള്ള സന്തോഷം, അതൊരു നന്മയാണ്. അറ്റ്ലീസ്റ്റ് ഈ പറയുന്ന വചനങ്ങൾ നിങ്ങൾക്ക് പലരുടെയും ജീവിതത്തിൽ, എല്ലാവരുടെയും അല്ല, ഞാൻ ആസിറ്റീസ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ, എല്ലാവരുടെയും അല്ല, പലരുടെയും ജീവിതത്തിൽ ഇത് ഫലമായി തീരുന്നത് കൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു. ഗ്ലോറി, ഹല്ലേലൂയ. വ്യക്തികളുടെ പേരെടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എങ്കിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ, ഇതാ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവിൻ്റെ ഈ വചനം ഇൻ്റർനെറ്റിലൂടെ എല്ലാം കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഇത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രിയരെ, ഒരല്പകാലം മാത്രമേ ഞാനും നിങ്ങളും ഈ ഭൂമിയിലുള്ളൂ. കടന്നു പോകുന്ന ഒരു കാറ്റ് പോലെ നാം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ മുമ്പിൽ പല വിഷയങ്ങളും പല പ്രോബ്ലങ്ങളും വരും. നാം അത് എങ്ങനെ അതിനെ ഫേസ് ചെയ്യുന്നു എന്നുള്ളത് സ്വർഗം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരീരത്തിലിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് നല്ലതാണെങ്കിലും ചീയതാണെങ്കിലും അത് എഴുതിക്കൊണ്ടിരിക്കുക, റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിന് തക്കവണ്ണം പ്രാപിപ്പാൻ ശരീരം വിട്ട് നാം ചെല്ലേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വളരെ സൂക്ഷിച്ച്, ഇതൊരു എക്സാം ആണെന്നും, ഈ ഭൂമി ഒരു പരീക്ഷാ ഹോളാണെന്നും, ഇവിടെ പരീക്ഷ ഒഴിയുന്നവനല്ല, പരീക്ഷ സഹിക്കുന്നവൻ ഭാഗ്യവാനാണ് എന്നും, ഇതിൽ നമ്മളുടെ ശക്തിക്ക് അതീതമായ പരീക്ഷ അനുവദിക്കാതെ അതോടുകൂടെ, അതിൻ്റെ അർത്ഥം ഈ പരീക്ഷാ ഹാളിൽ എന്നാ ഉണ്ട്? പരീക്ഷ ഉണ്ട്. അതോടുകൂടെ പരിഹാരവും ദൈവം വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരീക്ഷ മാത്രം കാണാതെ പരിഹാരവും കൂടി ചേർത്ത് കാണുക. അപ്പോൾ നമ്മൾ തളർന്നു പോകാൻ ഇടയാകത്തില്ല. എല്ലാറ്റിനും, എല്ലാ വിഷയങ്ങൾക്കും ഒരു പീരീഡ് ഉണ്ട്, അപ്പോയിന്റഡ് ടൈം ഉണ്ട്. ആ അപ്പോയിന്റഡ് ടൈമിൽ പരീക്ഷ വരും. അപ്പോയിന്റഡ് ടൈം, അതിന് ശേഷം പരിഹാരവും വരും. ഗ്ലോറി. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പരീക്ഷയുണ്ട്. ഇനി ആ പരീക്ഷയിൽ ഒരു പോക്കുവഴിയും ഉണ്ട്. അപ്പോൾ ആദ്യം വരുന്നത് എന്താണ്? പരീക്ഷയാണോ പോക്കുവഴിയാണോ? ആദ്യം വരുന്ന പരീക്ഷയാണ്. ഗ്ലോറി. അപ്പോൾ പരീക്ഷ വന്നു കഴിഞ്ഞാൽ അതിനൊരു പോക്കുവഴിയും ഉണ്ട്. ആ പോക്കുവഴിയും പെട്ടെന്ന് വരില്ല, അതിനൊരു അപ്പോയിന്റഡ് ടൈം ഉണ്ട്. ആ അപ്പോയിന്റഡ് ടൈമിൽ അത് കടന്നു വരാൻ ഇടയാകും. ആ സമയം വരെ അന്ത്യത്തോളം വിശ്വസിച്ച് നിൽക്കുന്നവൻ, പിടിച്ചു നിൽക്കുന്നവൻ ഭാഗ്യവാൻ. ഗ്ലോറി. ശ്രദ്ധയോടെ നമ്മുടെ ജീവിതത്തിൽ ഇതായിരിക്കണം. ഇതാ ഞാനും നിങ്ങളും ഇന്ന് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പോകുന്ന കാര്യം. ഇന്ന് നമ്മൾ മിററുകളെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. നമുക്ക് വലിയ താല്പര്യമായിരിക്കും. കണ്ണാടി, നിങ്ങൾ ഇന്ന് എല്ലാവരും കണ്ണാടി മുമ്പിൽ നോക്കിയിട്ടല്ലേ വന്നേ? കണ്ണാടിയെ കുറിച്ചായിരിക്കും നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. എന്നാൽ നമ്മളുടെ ടൈറ്റിൽ നിന്ന് മാറുന്നില്ല. നമ്മുടെ ടൈറ്റിൽ ബീസ്റ്റ് ആൻഡ് ബീസ്റ്റ് ചർച്ചസ് ആണ് നമ്മൾ കഴിഞ്ഞ 2 സന്ദേശങ്ങളിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് നാം ഒരല്പവും കൂടെ
വ്യത്യസ്തമായിട്ട് നാം മനസ്സിലാക്കാൻ പോകുന്നത് ബീസ്റ്റ് ചർച്ചസ് ആൻഡ് ട്രൂ ചർച്ചസ്. ബീസ്റ്റ് ചർച്ചസ് മൃഗീയമായ സഭകളും സത്യമായ സഭകളും. ഇതിനെക്കുറിച്ച് നാം ഒന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതാ ഒരു സ്ത്രീയെ, 7 തലയുള്ള മൃഗത്തിന്റെ മുകളിൽ ഒരു സ്ത്രീ കടന്നു വരുന്നു. ആ സ്ത്രീയെ റിലീജിയസ് സിസ്റ്റത്തെയാണ് കാണിക്കുന്നത്, ഈ ലോകത്തിന്റെ മതപരമായ സിസ്റ്റത്തെ. അതായത് ഈ ലോകത്തെ പിശാച് ചെയ്തിരിക്കുന്നത് മതങ്ങളുടെ ഉള്ളിൽ അടച്ചിട്ടിരിക്കുക, പൂട്ടിയിട്ടിരിക്കുക. മതങ്ങൾ അതിലൊന്ന് തൊടാമോ? അതിലെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ, ആ മതങ്ങളിലൊന്ന് തൊട്ട് കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ ഉള്ളിലുള്ളവർ സിംഹത്തിന്റെ മൂക്കിയിട്ട് ഇടിച്ചതുപോലെ ഇരിക്കും. അതിൻ്റെ ഉള്ളിൽ ഗർജിക്കാൻ തുടങ്ങും. തുടർന്ന് സഭയെ, എന്നാൽ ഈ മതങ്ങളുടെ ഉള്ളിൽ നിന്ന് വേർതിരിച്ച കർത്താവ് രക്ഷിക്കപ്പെടുന്ന ദിനം പ്രതി സഭയോട് ചേർത്തു. സഭയെ അജ്ഞതയുടെ തടവിൽ, ഇഗ്നോറൻസിന്റെ തടവിലാക്കിയിട്ടിരിക്കുക. ലോകത്തെ മുഴുവൻ മതത്തിന്റെ ഉള്ളിൽ പൂട്ടി. എന്നാൽ അതിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ സുവിശേഷം കേട്ട് ഇതാ കടന്നു വന്ന് സഭയിലായിരിക്കുന്നവരെ അജ്ഞതയിൽ പൂട്ടി. യേശുവിനെ അനുഗമിക്കുന്നവരെ, അല്ലെങ്കിൽ യേശുവിനോട് കൂടെ നിൽക്കുന്നവരെ അജ്ഞതയിൽ പൂട്ടി. അതുകൊണ്ടാണ് കർത്താവിന് അവരോട് പറയേണ്ടി വന്നത്, നിങ്ങൾ സത്യം അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. നിങ്ങൾ എൻ്റെ കൂടെയാ, പക്ഷെ നിങ്ങൾ അജ്ഞതയില്ല, നിങ്ങൾ എൻ്റെ അജ്ഞതയില്ല. അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ഒരു സന്ദേശത്തിലൂടെ നമ്മൾ കേട്ടത്. സത്യം നമുക്ക് വെളിച്ചം തന്നത്. യോഹന്നാൻ സുവിശേഷം 10:9 നാം കേട്ടു. കർത്താവ് പറയുന്നു, ഞാൻ വാതിലാണ്. എന്നിലൂടെ നിങ്ങൾക്ക് അകത്തേക്കും വരാം, എന്നിലൂടെ നിങ്ങൾക്ക് പുറത്തേക്കും പോകാം. വാതിലിലൂടെ അകത്തും പുറത്തും ജീവിക്കാം. കർത്താവ് നമുക്ക് ഈ വെളിച്ചം തന്നത്. എന്നിലൂടെ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ ജീവിക്കാം. ഇതാ ഞാനാവുന്ന വാതിലിലൂടെ, ഇതാ നിങ്ങൾ ലോകത്തിൽ നിങ്ങൾക്ക് ശരീരമുള്ളതുകൊണ്ട് ലോകത്തിലും ജീവിക്കാം. അപ്പോൾ എന്നിലൂടെ നിങ്ങൾക്ക് അകത്തേക്കും വരാം, പുറത്തേക്കും വരാം. അങ്ങനെ നിങ്ങൾ അകത്ത് ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. ഗ്ലോറി, വിഷയങ്ങൾക്ക് പരിഹാരമായി. ഇതാ കർത്താവിന്റെ ദാസൻ അല്പം മുമ്പ് പറഞ്ഞു, ഇതാ അനേകര് ഇതാ ഈ ലോകത്തിലും പെട്ടുപോയി, അതോടൊപ്പം ദൈവരാജ്യത്തിലും പെട്ടുപോയി. എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഈ സത്യം ചെന്ന് അവരോട് പറയണം. ഇതാ യേശു വാതിലാണ്, വാതിലൂടെ അകത്ത് കയറി സഭയുടെ ഉള്ളിൽ കയറി ഇരിക്കുക എന്ന് അവസാനിപ്പിക്കാനല്ല പറയണേ. ഈ വാതിലൂടെ കുഞ്ഞെ നിനക്ക് സ്വർഗരാജ്യത്തിലേക്ക് എത്താം, ഈ സ്വർഗരാജ്യത്തിലേക്ക് എത്താം. ആ സമയം തന്നെ ഭൂമിയിൽ ജീവിക്കും. അതോടുകൂടെ നിന്റെ വിഷയങ്ങൾക്ക് പരിഹാരമായി നീ മേച്ചൽ കണ്ടെത്തും. നീ മേച്ചൽ കണ്ടെത്തണം അവിടെയാ. ഗ്ലോറി, ഈ നാളിൽ മേച്ചൽ കണ്ടെത്തുവാൻ ലോകത്തിലേക്കല്ല നമ്മൾ നോക്കേണ്ടത്. മേച്ചൽ കണ്ടെത്തുവാൻ ഉയരത്തിലേക്ക്, സ്വർഗത്തിലേക്ക് നോക്കുക. അവിടെ നിന്ന് മേച്ചൽ കിട്ടിയാൽ പ്രിയരെ നമുക്ക് മതി. ശ്രദ്ധിച്ചേ, മനുഷ്യർ നമ്മളെ സഹായിച്ചാൽ എത്ര സഹായിക്കും? ഒരു വട്ടം സഹായിക്കും. രണ്ടാമത്തെ വട്ടം സഹായത്തിന് നോക്കുമ്പോൾ അവരുടെ മുഖം ചുളുങ്ങും. മൂന്നാമത്തെ വട്ടം സഹായത്തിന് പോകുമ്പോൾ കണ്ണുകൾ അടയ്ക്കും. എന്നാൽ ദൈവം അങ്ങനെയല്ല. ദൈവം അങ്ങനെയല്ല. മേച്ചിൽ നമുക്ക് എന്നെന്നും ഉണ്ടാകും. കാരണം നമ്മൾ അവിടെ ജീവിച്ചാൽ മതി. നമ്മളെ ദൈവം എവിടെ ജീവിക്കാനാണോ നിയമിച്ചാക്കിയത് അവിടെ ജീവിച്ചാൽ മേച്ചൽ കണ്ടെത്തും. മാത്രമല്ല, മേച്ചൽ കണ്ടെത്തിയാൽ മറ്റുള്ളവർക്ക് നമുക്ക് ഈ മേച്ചൽ കൊടുക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ജീവിക്കേണ്ടടുത്ത് ജീവിക്കുക. അപ്പോ ഈ വചനങ്ങൾ ജനത്തിന് പ്രകാശം തരുന്നു, അവരെ ജയിലിൽ നിന്ന് വിടുവിക്കുന്നു. ഗ്ലോറി, ഹല്ലേലൂയ. ഒരു സമയത്ത് ഇരട്ട പൗരത്വമാണ് കർത്താവ് പറയുന്നത്. ഇരട്ട പൗരത്വം. എന്നിലൂടെ അവൻ അകത്ത് വരുന്നു സ്വർഗരാജ്യത്തിൽ. ഇനി നിങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാ, നിങ്ങളുടെ വീണ്ടും ജനിച്ചു. അപ്പൊ ഭൂമിയിലോ നിങ്ങൾക്ക് അവിടുത്തെ പൗരത്വം ഉണ്ട്, കാരണം ശരീരത്തിൽ നിങ്ങൾ അവിടെയും ജനിച്ചു. അപ്പൊ ഒരു സമയത്ത് 2 മണ്ഡലത്തിൽ ജീവിക്കുന്നു. ഗ്ലോറി, ഹല്ലേലൂയ. എന്തിനാ ദൈവം അതേപോലത്തെ ക്രമീകരണം ചെയ്തത്? ഇതാ കർത്താവിലൂടെ, യേശുക്രിസ്തു ആകുന്ന വാതിലിലൂടെ നമ്മൾ എവിടെ ജീവിക്കുന്നു? സ്വർഗത്തിൽ ജീവിക്കുന്നു. ഇനി ദൈവം എന്ത് ചെയ്യുന്നു? നമ്മളിലൂടെ ദൈവം ഭൂമിയിൽ ജീവിക്കുന്നു. നമ്മളുടെ ശരീരത്തിലൂടെ ദൈവം ഭൂമിയിൽ ജീവിക്കുന്നു. എപ്പോ? നമ്മൾ സ്വയത്തെ ത്യജിക്കുമ്പോൾ, നമുക്കായി ജീവിക്കാതിരിക്കുമ്പോൾ. ആ കണക്ഷൻ കണ്ടോ? യേശുവിലൂടെ നമ്മൾ സ്വർഗത്തിൽ ജീവിക്കുന്നു, നമ്മിലൂടെ ദൈവം ഭൂമിയിൽ ജീവിക്കുന്നു. ഗ്ലോറി, ഇങ്ങനെയാ ദൈവരാജ്യം ഭൂമിയിൽ വരുന്നേ. ഇതാ കർത്താവ് പറയുന്നേ, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും. ഇതാ ദൈവം ആഗ്രഹിക്കുന്ന സിസ്റ്റം. ഗ്ലോറി, നമ്മൾ ക്രിസ്തുവിലൂടെ സ്വർഗത്തിൽ ജീവിക്കുന്നു.
ഇതാ ക്രിസ്തു നമ്മിലൂടെ ഭൂമിയിൽ ജീവിക്കുന്നു. ഗ്ലോറി. ഇതാണ് ഒരു മനുഷ്യന്റെ പ്രത്യേകത. ഒരു ദൂതന് ഇത് പറ്റില്ല. ഗ്ലോറി. ഇതിലേക്കാ ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ ദൈവത്തിന് ജനമേ, എന്നാൽ ഇതാ ബീസ്റ്റ് ചർച്ചുകൾ, ഇതാ ആ ചർച്ചിനെ റെപ്രസെന്റ് ചെയ്യുന്ന ബാബിലോൺ എന്ന് പറയുന്ന റിലീജിയസ് സംവിധാനത്തെ റെപ്രസെന്റ് ചെയ്യുന്ന സ്ത്രീ വരുന്ന എന്തിന്റെ മുകളിൽ കയറിയാന്നറിയാമോ? മൃഗത്തിന്റെ മുകളിലാണ്. മൃഗം എന്താണ് നാം മനസ്സിലാക്കി നേരത്തെ. ഇതാ മൃഗം എന്ന് പറയുന്നത് ബോഡിയെ ഫോക്കസ് ചെയ്യുന്ന സംവിധാനത്തെയാണ് മൃഗീയമായതെന്ന് സൂചിപ്പിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കിയ ഒരു സിംഹത്തിന്റെയോ പുലിയുടെയോ മുമ്പിൽ നമ്മുടെ ശരീരം ഇട്ടു നമ്മളൊന്ന് ചെന്ന് പെട്ടുപോയാൽ നമ്മുടെ സോൾ രക്ഷിക്കപ്പെട്ടതാണോന്നോ ആത്മാവ് രക്ഷിക്കപ്പെട്ടതാണോന്നോ അത് ചിന്തിക്കുന്നില്ല. അതിനാകപ്പാടാ വേണ്ടത് എന്താ? ബോഡി മാത്രം മതി. ഇതേപോലെ ഈ ലോകത്തിന്റെ സംവിധാനവും ഭരണഘടനകളും ഗവൺമെന്റുകളും എല്ലാം ശ്രദ്ധിക്കുന്നത് മനുഷ്യന്റെ 1/3 മാത്രമല്ല 1/3 നശിക്കാൻ പോകുന്നതുമാണ്. ഗ്ലോറി. അങ്ങനെ മൃഗീയമായ സംവിധാനമാണ് ഈ ലോകത്തിന് മുഴുവനും ഉള്ളത്. അതുകൊണ്ടാണ് ഇതിന് 7 തലയുള്ള മൃഗം 7 തല സാമ്രാജ്യങ്ങളെ കാണിക്കുന്നു. ഇതുവരെയുള്ള സാമ്രാജ്യങ്ങൾ ഇതാ ഈജിപ്ത്, അസീറിയ, മേദ്യ, പാർസ്യ സാമ്രാജ്യങ്ങൾ, അലക്സാണ്ടർ ഭരിച്ച ഗ്രീക്ക് സാമ്രാജ്യം, റോമ സാമ്രാജ്യം, യേശുവിന്റെ കാലത്തെ റോമ സാമ്രാജ്യം, തുടർന്ന് ആന്റിക്രൈസ്റ്റിന്റെ സാമ്രാജ്യം, ഇതെല്ലാം ഫോക്കസ് ചെയ്യുന്നത് മനുഷ്യന്റെ ബോഡിയെ മാത്രമാണ്. ഗ്ലോറി. ഹല്ലേലൂയ. എന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് കർത്താവ് സഭയിലേക്ക് കയറ്റുന്നത്. മനുഷ്യന്റെ ബോഡി ദൃശ്യമായതാണ്. എന്നാൽ യഥാർത്ഥ സഭ ഫോക്കസ് ചെയ്യുന്ന ദൃശ്യമായതിലല്ല, അദൃശ്യമായതിലാണ്. ദൃശ്യമായത് താൽക്കാലികമാണ്, അദൃശ്യമായത് നിത്യമാണ്. ഇതുകൊണ്ടാ പൗലോസ് പറയുന്നത്, ഞങ്ങൾ കാണുന്നതിനെ അല്ല, ഞങ്ങൾ കാണാത്തതിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികമാണ്, കാണാത്തത് നിത്യമാണ്. അപ്പോൾ ഈ സഭകളൊക്കെ ഫോക്കസ് ചെയ്യുന്നത് കാണുന്നതിനെയാണ്. ജനങ്ങൾക്കത് മനസ്സിലാകത്തില്ല. കാരണം ജനം ഫോക്കസ് ചെയ്യുന്നത് എവിടെയാണ്? കാണുന്നതിനെയാണ്. ഗ്ലോറി. എന്നാൽ കാണുന്ന താൽക്കാലികം. ദൈവം അതിന് ബാലൻസ് കൊടുത്തിട്ടാണ് പറയുന്നത്, മക്കളെ നിങ്ങൾക്കൊരു ബോഡി ഉണ്ട്, സത്യമാണ്. പക്ഷേ ഇതാ നിങ്ങളുടെ അകത്ത് അദൃശ്യമായ ആത്മാവുണ്ട്, അദൃശ്യമായ സോളുണ്ട്. ഇതാ നിങ്ങളുടെ ശരീരത്തിന് എന്ത് വേണം? ശരീരം പാപനിമിത്തം മരിക്കണം. അതൊരല്പസമയത്തേക്കേ ഉള്ളൂ. റോമ 8:10 പറഞ്ഞ ശരീരം പാപനിമിത്തം മരിക്കണം. പക്ഷെ ആത്മാവോ യേശു ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ നീതിനിമിത്തം അത് നിത്യം ജീവിക്കേണ്ടതാണ്. ഗ്ലോറി. അദൃശ്യമായതിലേക്ക് നമ്മുടെ ഫോക്കസ് ഈ നാളിൽ വരണം. ഇതാണ് സത്യസഭയുടെ ലക്ഷണം. അവർ അദൃശ്യത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് ഫോക്കസ് കൊണ്ടുവരും. എന്നാൽ ദൃശ്യമായതിലേക്ക് ഫോക്കസ് കൊണ്ടുവരുകയും ജനം അതിൽ സന്തോഷിക്കുകയും ചെയ്തു. ഇത് മൃഗീയമായ സഭകളാണ്. എന്നാൽ നിങ്ങൾ ചോദിക്കും, ദൃശ്യമായത് വേണ്ടേ എന്ന് ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുമായിരിക്കാം. വേണം. ഏത് ലെവലിൽ? ഇതാ വചനം അതിന്റെ ബാലൻസ് നൽകിയിട്ടുണ്ട്. ദൈവവചനം പറയുന്നു, മക്കളെ നിങ്ങൾക്കത് വേണം. പക്ഷേ അതിന്റെ ബാലൻസിങ് ഇതാണ്, ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിപ്പേൻ. ബി കണ്ടന്റ് വിത്ത് ഫുഡ് ആൻഡ് ക്ലോത്തിങ്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, കുഞ്ഞേ നിന്നെ ഇവിടെ ഏൽപ്പിച്ച നിന്റെ കോളിങ്ങിന് അനുസരിച്ചുള്ള ക്രമീകരണം മതി നിനക്ക്. ഗ്ലോറി. പണ്ടേ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഒരു കാർ ഓടാൻ 7 ലിറ്റർ പെട്രോൾ മതി, പെട്രോൾ പമ്പ് മുഴുവനും ആവശ്യമില്ല. ഗ്ലോറി. പക്ഷേ ഇതാ അത് എന്തുകൊണ്ട്? അത് താൽക്കാലികമാ. നിത്യമായി നിലനിൽക്കുന്നിടത്ത് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഗ്ലോറി. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, നാം പഠിച്ച ആ ഭാഗം ഇതാ ഈ ഭൂമി ഒരു എക്സാം സെന്റർ ആണെന്നും നമ്മുടെ ഒരു ശരീരത്തിൽ ഇതാ സോള് കയറി, തുടർന്ന് ജന്മദിന വാതിലിലൂടെ ആരംഭിച്ച് മരണദിന വാതിലിലൂടെ നമ്മൾ ഇതാ തിരികെ ദൈവരാജ്യത്തിൽ ചലനം വന്നു. ബോഡി ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു പോകുമെന്ന് നാം മനസ്സിലാക്കുവാനായിട്ട് ഇടയായി. ഇതുമായി ബന്ധപ്പെട്ട് ഈ ലോകത്തിൽ ധാരാളം സഭകളുണ്ട് എന്നാൽ ഈ സഭയിലൂടെ നമ്മൾ ഓരോരുത്തരും ദൈവരാജ്യത്തിലേക്ക് എത്തണമെന്ന്. എന്നാൽ ഈ നാളുകളിൽ ദൈവരാജ്യത്തിലേക്ക് മനുഷ്യർ എത്തുന്ന സഭകൾ വളരെ വിരളമാണ്. നല്ല സഭകളുണ്ട്, നല്ല ദൈവദാസന്മാരുണ്ട്, അവർക്കായി ദൈവത്തിന് സ്തോത്രം. എന്നാൽ അത് വളരെ കുറച്ചേ ഉള്ളൂ. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, ഈ വഴി കണ്ടെത്തുന്നവർ ചുരുക്കമാണ്. ഗ്ലോറി. കടക്കണമെങ്കിൽ പോരാടണം. അപ്പോ പ്രിയ ദൈവത്തിന് ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരു കഴിഞ്ഞ ദിവസം എന്നൊരു സഹോദരൻ വന്നിട്ട് പറയാ, എന്റെ ചർച്ചിലെ പാസ്റ്റർ എന്നോട് പറഞ്ഞു, ദൈവരാജ്യം പ്രസംഗിച്ചാലേ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും, അതുകൊണ്ടാണ് ഞാൻ ദൈവരാജ്യം പ്രസംഗിക്കാത്ത. ഗ്ലോറി. നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും, അതുകൊണ്ടാണ് ദൈവരാജ്യം പ്രസംഗിക്കാത്ത.
എന്നിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇദ്ദേഹത്തിന് ഒരു പ്രശ്നം ഉണ്ടായി. ഇദ്ദേഹത്തിന് കുറച്ച് വിഷമങ്ങൾ ഉണ്ടായപ്പോൾ അദ്ദേഹം ആ സഭയിൽ ചെന്നു. ആ സഭയിൽ ചെന്നപ്പോൾ പാസ്റ്റർ ഉപദേശിക്കുകയാണ്, അന്നേ പറഞ്ഞില്ലേ ഞാൻ ദൈവരാജ്യം പ്രസംഗിക്കുന്നവരുടെ കൂടെ നിന്നാൽ നിങ്ങൾക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന്. സോ എന്തോ ഒരു അറിവില്ലാത്ത ദൈവദാസനാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, കുരുടൻ കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും. ഗ്ലോറി. ഇവരോടൊക്കെ എന്താ പറയേണ്ടത് അറിയാമോ? കർത്താവ് യേശുവിന്റെ വാക്കുകൾ പറഞ്ഞു. കർത്താവ് യേശു ക്രിസ്തു എന്താ പറയണേ? ഇതാ, ഈ ലോകം നിങ്ങൾക്ക് പട്ടുമെത്തയാണെന്നല്ല പറയുന്നേ, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങൾ ഉണ്ടാകും. ഗ്ലോറി. എന്നാൽ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഗ്ലോറി. ഹല്ലേലൂയ. അപ്പോ ദൈവവചനം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയുന്നു, ക്രിസ്തു യേശുവിൽ ഭയഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപദ്രവം ഉണ്ടാകും. ഗ്ലോറി ടു ഗോഡ്. ഉപദ്രവം ഉണ്ടാകും. അപ്പോ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഇത് പ്രതീക്ഷിച്ചോളണം. അല്ല, നമുക്ക് ഉപദ്രവം ഉണ്ടാകുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ 2 വഞ്ചിയിൽ കാലി ചവിട്ടി നിൽക്കുക. മനസ്സിലാവുന്നുണ്ടോ? 2 വഞ്ചിയിൽ കാലി ചവിട്ടി നിൽക്കുക. ദൈവത്തിന്റെ വചനം പറയുന്നു, എന്റെ നാമനിമിത്തം സകലരും നിങ്ങളെ വെറുക്കും. ഗ്ലോറി. ഹല്ലേലൂയ. അല്ല, 2 വഞ്ചിയിൽ നമ്മൾ കാലി ചവിട്ടി നിന്നാൽ വെറുക്കത്തില്ല. ഗ്ലോറി. നമുക്ക് 2 പേരെയും കൂടി പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ഒന്നില്ലെങ്കിൽ ദൈവത്തെ, അല്ലെങ്കിൽ ലോകത്തെ. ഗ്ലോറി. കർത്താവ് പറഞ്ഞു, ഇങ്ങനെ 2 കൂടി പ്രസാദിപ്പിക്കാമെന്ന് ചിന്തിക്കുന്ന നിന്റെ ദർശനം അത് ഇരുട്ടാ. നീ ദർശനമെന്ന് ചിന്തിക്കുന്ന ദർശനം അത് ഇരുട്ടാണെങ്കിൽ ആ ഇരുട്ട് എത്ര വലിയത്. ഗ്ലോറി. മത്തായി 6 പറഞ്ഞ്. അപ്പൊ പ്രിയ ദൈവത്തിന് ജനമേ, ഈ ഭാഗം നമ്മൾ ശ്രദ്ധിച്ചു കൊള്ളണം. ഇതാ, നമ്മൾ ഈ സഭകളിലൂടെ ദൈവരാജ്യത്തിലേക്ക് എത്തപ്പെടുവാനായിട്ട് ഇടയാകണം. ഇവിടെ തട്ടി താഴേക്ക് ഭൂമിയിലേക്ക് തന്നെ വീഴരുത്. നമ്മുടെ ദർശനം ഇനി ഭൂമിയിലല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പേ. ഗ്ലോറി ടു ഗോഡ്. അപ്പോ പ്രിയ ദൈവത്തിന് ജനമേ, ഇതുമായി ബന്ധത്തിൽ നാം ചില ഭാഗങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മനസ്സിലാക്കുവാനായിട്ട് ഇടയായി. ഇന്ന് അനേകർക്കും രക്ഷിക്കപ്പെടുക എന്നുള്ളതിനെ കുറിച്ച് ഒരു തർക്കം, ഒരു സംശയമാണ്. എന്തുവാണെന്ന് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കുക. ചിത്രത്തിലൂടെ നമുക്ക് പെട്ടെന്നൊന്ന് കാണിച്ചിട്ട് മുന്നോട്ടേക്ക് പോകാം. രക്ഷിക്കപ്പെടുക വേറെ, ദൈവരാജ്യം അവകാശമാക്കുക രണ്ടും രണ്ടാണ്. ഇതൊന്ന് മനസ്സിലാക്കുവാൻ ഈ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് പോവുക. ഇതാ, എക്സാം ഹാളില് അതായത് നിങ്ങളെ ഒരു എഞ്ചിനീയർ ആകാൻ നിങ്ങളുടെ അപ്പൻ ഇതാ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് അയച്ചു. എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് അയച്ചിട്ട് നിങ്ങളെ അയച്ചത് എഞ്ചിനീയർ ആകാനാണ്. ഇതേപോലെ ആദത്തെ ഇതാ ഈ ഭൂമിയിലേക്ക് വെച്ചത്, ആദത്തിന്റെ ഉള്ളിലുള്ള നമ്മളെ എല്ലാവരെയും ദൈവപുത്രന്മാരായിട്ട് വെളിപ്പെടാനാ ഇവിടെ വെച്ചത്. എന്നാൽ ഈ എക്സാം ഹാളിൽ ചെന്ന ഈ പൈതൽ എക്സാം വന്നപ്പോ ഇതാ മര്യാദക്ക് എഴുതണേന് പകരം ഗവൺമെന്റ് നിയമത്തിനൊക്കെ വിപരീതമായി ഇതാ ഒരു തുണ്ട് പേപ്പർ എഴുതിക്കൊണ്ടുപോയി മുട്ടുമ്മ വെച്ചിട്ട് കാലിമ്മ വെച്ചിട്ട് ആരും കാണാതെ അത് കോപ്പി അടിച്ചുകൊണ്ടിരിക്കുക. ഈ കോപ്പി അടിച്ചുകൊണ്ടിരുന്നപ്പോ ഉടനെ എക്സാമിനർ വന്ന് ആ വ്യക്തിയുടെ തോളി പിടിച്ചു. ഉടനെ ആ വ്യക്തി എഴുന്നേറ്റു. പെട്ടെന്നുണ്ടായ സംസാരത്തിന്റെ ഇടയിൽ ദേഷ്യം കയറി എക്സാമിനർക്ക് അടിയും കൊടുത്തു. അതോടുകൂടെ ഇതാ കോളേജിൽ നിന്ന് ഡീബാർ ചെയ്തു പുറത്താക്കി. മാത്രമല്ല ജയിലിലായി. ഇനി ആ വ്യക്തിക്ക് എന്താവശ്യമാണ്? ഇപ്പൊ ജയിലിൽ കിടക്കുകയാണ് വ്യക്തി. എന്തിനാ കോളേജിൽ കൊണ്ട് ആക്കിയേ? എഞ്ചിനീയർ ആകാനാ. എന്തിനാ ആദത്തെ ആവുകയും ഏറന്തോട്ടത്തിലാക്കി വെച്ചത്? അവർ അനുസരണത്തിലൂടെ ദൈവപുത്രന്മാരായി വെളിപ്പെടുവാൻ, സോൾ രൂപികളായ അവർ ആത്മരൂപികളായി വെളിപ്പെടാനാണ് വെച്ചത്. പക്ഷെ അവർ എന്ത് ചെയ്തു? അനുസരണക്കേടിലൂടെ അവർ മരിച്ചു. ഇനി അവര് മരിച്ചപ്പോൾ അവരുടെ ഉള്ളിലുണ്ടായ ലോയൻസിലുണ്ടായിരുന്ന കടിപ്രദേശത്തുണ്ടായിരുന്ന നമ്മളെല്ലാവരും മരിച്ചു. ഇതാ ആ കുട്ടി ജയിലിലായതുപോലെ ഇനി ആ കുട്ടിക്ക് എന്നാ വേണം? രക്ഷ വേണം. ഇതുപോലെ ആദത്തിനും തലമുറകൾക്ക് എന്നാ വേണം? രക്ഷ വേണം. അല്ലാതെ ഇനി എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് വന്ന് പഠിക്കാൻ പറ്റില്ല. ഇതേപോലെയാണ് കർത്താവ് യേശു ക്രിസ്തു ഇതാ നിങ്ങളുടെ പിതാവ് അല്ലെങ്കിൽ മാതാവ് ഇതാ എന്ത് ചെയ്തു? ആ കോടതിയിൽ ഒന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി, ഇത്ര പിഴ അടച്ചാൽ വിടുവിക്കാന്ന് പറഞ്ഞു. ആ പിഴ അടച്ചു. നിങ്ങളുടെ പിതാവ് അല്ലെങ്കിൽ മാതാവ് നിങ്ങളെ ജയിലിൽ നിന്ന് വിടുവിച്ച് ഇതാ കൊണ്ട് എഞ്ചിനീയറിംഗ് കോളേജ് കൊണ്ട് ആക്കി. ഇതാണ് യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ചെയ്തത്. നമ്മുടെ പാപത്തിന് വേണ്ടിയുള്ള പരിഹാരം കർത്താവ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ ചെയ്തു. നമ്മളെ വീണ്ടും എവിടെ ആക്കി? ഇതാ ഏതിനു പകരമായി? രക്ഷിക്കപ്പെടുന്നവരെ ഇതാ കോടതിയിൽ, പോലീസ് സ്റ്റേഷനിൽ നിന്ന്, തടവിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നവരെ, അതായത് രക്ഷിക്കപ്പെട്ട ആ പൈതലിനെ കൊണ്ടുപോയി എഞ്ചിനീയറിംഗ് കോളേജിൽ കൊണ്ടുപോയി ആക്കിയതുപോലെ ഇതാ കർത്താവ് യേശു രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തു. ഗ്ലോറി. ഇന്ന് ഇത്രയും കാണാനേ ബീസ്റ്റ് ചർച്ചകൾക്ക് കഴിയുന്നുള്ളൂ. ഇതിന്റെ അപ്പുറത്തേക്ക് കാണാൻ അവർക്ക്
കഴിയുന്നില്ല. ആ കുട്ടിയെ ഇതാ ആ തടവിൽ നിന്ന് കോപ്പി അടിച്ച് തടവിൽ കിടക്കുന്ന കുട്ടിയെ അവിടെ നിന്ന് കൊണ്ട് എഞ്ചിനീയറിംഗ് കോളേജ് കൊണ്ട് ആക്കി. അതോടെ പിതാവ് ചിന്തിച്ചു പരിപാടി കഴിഞ്ഞു. അങ്ങനെയല്ല, പരിപാടി വീണ്ടും തുടങ്ങി. അവരെ കൈക്കൊണ്ട് അവരുടെ നാമത്തെ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവപുത്രന്മാരാകുവാനുള്ള അധികാരം തുടങ്ങിയ വീണ്ടും. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി. ഇതാ ആ കോളേജിലേക്ക് തിരികെ വന്ന, ജയിലിൽ കിടന്ന് രക്ഷിച്ച ആ വ്യക്തി കോളേജിലേക്ക് തിരികെ വന്നു. അവൻ എഞ്ചിനീയർ ആകാനുള്ള അധികാരം വീണ്ടും കിട്ടി, അതിനുള്ള അവസരം വീണ്ടും കിട്ടി. എന്നാൽ ബീച്ച് ചർച്ചുകാർ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുക, അതിന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കുന്നതേ ഇല്ല. ഇവിടം വരെ വന്നിട്ട് പിന്നെ കുഞ്ഞിനോട് പഠിക്കാനല്ല പറയണേ. ഇതാ കുഞ്ഞിന്റെ വിഷയങ്ങൾ, ഇതാ കുഞ്ഞിൻ്റെതായ ഭക്ഷണ വിഷയങ്ങൾ, കുഞ്ഞിൻ്റെതായ പാർപ്പിട വിഷയങ്ങൾ, കുഞ്ഞിൻ്റെതായ എൻജോയ്മെന്റ് വിഷയങ്ങൾ കോളേജിലിരിക്കുന്ന കുഞ്ഞിനോട് പറയാണ് സന്തോഷിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് പറഞ്ഞാൽ അവൻ നേരെ അങ്ങോട്ട് പോകും. അല്ലാതെ തന്നെ കോളേജിൽ പഠിക്കുന്ന നല്ലൊരു പങ്കും കുഞ്ഞുങ്ങള് ഇതാ കറങ്ങി നടക്കുകയാണ്. അപ്പൊ എപ്പോഴും സന്തോഷിപ്പെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അവരുടെ ചിന്തയിലെ സന്തോഷം എന്ന് പറഞ്ഞ കർത്താവിലുള്ള സന്തോഷമല്ല, അവരുടെ ചിന്തയിലെ സന്തോഷം ലോകത്തിലുള്ള സന്തോഷം. അവർ മൂവ് ചെയ്യാൻ തുടങ്ങും, അവർ ഉഴപ്പും, അവർ തോറ്റുപോകും. അവസാനം ചെന്നിട്ട് പറയും ഞാൻ നിന്നെ കർത്താവ് എന്ന് പറഞ്ഞു എന്ന് പറയും. കർത്താവ് പറയും എന്നെ കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞവൻ ഏവനും അല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ കയറുന്നത്. ഇതാ എഞ്ചിനീയറിംഗ്, അതായത് ജയിലിൽ നിന്ന് ആ കുട്ടിയെ വിടുവിച്ചുകൊണ്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ കൊണ്ട് ആക്കി. ഇത് അവസാനം അവൻ പറയാം സർട്ടിഫിക്കറ്റ് താന്ന് പറഞ്ഞാൽ എന്ത് പറയും? ആ കോളേജ് അധികൃതർ എന്നാ പറയുക, യൂണിവേഴ്സിറ്റി അധികൃതർ എന്നാ പറയൂ? ഇതാ നിന്റെ അപ്പൻ നിന്നെ ജയിലിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് വന്നു, കൊള്ളാം. പക്ഷേ അങ്ങനെ വിടുവിച്ചുകൊണ്ട് വന്നവരല്ല എഞ്ചിനീയർ ആകുന്നേ, പഠിച്ച് പാസ്സാകുന്നവരാ എഞ്ചിനീയർ ആകുന്നേ. ഇതുകൊണ്ടാ കർത്താവ് പറയുന്നത് ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും. ഇത് ലോകമക്കളോടല്ല പറയുന്നത്. ലോകമക്കളോട് രക്ഷിക്കപ്പെടണം എന്ന് പറയുമ്പോൾ സഭയോട് എന്നാ പറയണേ? ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, എൻ്റെ പ്രിയ സഭയിലുള്ള സഹോദരങ്ങളെ, ശബ്ദപരിധിയിലുള്ളവരെ ശ്രദ്ധിച്ചേ. ഞാനും നിങ്ങളിവിടെ ആയിരിക്കുമ്പോൾ ഇത് ഡെയിലി ബ്രെഡ് അല്ലെങ്കിൽ ഈ ലോകത്തിലെ ബ്രെഡ് കിട്ടാനുള്ള ഒരു മാർഗമായിട്ട് മാത്രം അതമ്പതിക്കുകയല്ല വേണ്ടത്. പകരം ഈ മാർഗം ഇത് നിത്യമായി നമ്മൾ സ്വർഗരായിട്ട് ജീവിക്കുക നമ്മുടെ അപ്പൻ നമുക്ക് തന്നിരിക്കുന്ന മാർഗമാണ്. ആ മാർഗം ആദ്യം തന്നെ തെളിയിച്ച് കടന്നുപോയത് യേശുവാണ്. ആ യേശുവിന്റെ വഴികളെ പിന്തുടർന്ന് നാമും അവിടെ എത്തണമെന്ന് ഓർപ്പിക്കുകയാണ്. ഇതുകൊണ്ടാ കർത്താവ് യേശു പറഞ്ഞേ ഞാൻ ജയിച്ച് എന്റെ പിതാവിന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ നിങ്ങൾ ജയിക്കണമെന്നല്ല, നിങ്ങളും ജയിച്ചാൽ. അപ്പൊ നിങ്ങളും ജയിക്കണം. നിങ്ങൾ ജയിച്ചാൽ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരുത്തും. വെളിപ്പാട് 3-ാം അധ്യായം അവസാന വാക്യങ്ങളായി പറഞ്ഞില്ലേ, ഓതുക്കിയ സഭയോട് പറയുന്ന കാര്യങ്ങളാണ്. അപ്പോ ഈ കാര്യം മനസ്സിലാക്കുക. അങ്ങനെ കോപ്പി അടിച്ച കുഞ്ഞിനെ പിടിച്ചു, ഇതാ ജയിലിലായി. ഈ കുഞ്ഞിന് രക്ഷ വേണം. ആ ജയിലിൽ നിന്ന് രക്ഷിക്കാൻ ഇതാ ആ പിതാവ് തനിക്കുള്ളത് കൊടുത്തിട്ട് ആ കുഞ്ഞിനെ ജയിലിൽ നിന്ന് വിടുവിച്ച് ഇതാ അവനെ വീണ്ടും എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് കൊണ്ടാക്കി. എഞ്ചിനീയറിംഗ് കോളേജ് കൊണ്ട് ആക്കി എന്തിനാ? അവൻ അവിടെ പരീക്ഷ എഴുതി പാസ്സാകാനാ. അങ്ങനെ ജയിക്കുന്നവൻ അവനാണ് എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റ്. ഗ്ലോറി. ഇതേപോലെ ഇതാ സഭയിലേക്ക് നമ്മളെ പാപത്തിന്റെ പിടിയിൽ നിന്ന് യേശു വിടുവിച്ച് സഭയെ കൊണ്ടാക്കി സഭയോട് പറയുകയാണ് ഇതാ നിങ്ങൾ എന്റെ മുഖമേറ്റ് എന്നോട് പഠിക്ക്. അങ്ങനെ പഠിച്ച് ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും. അവൻ ദൈവത്തിന്റെ മകൻ. അപ്പോ ഈ ഒരു വ്യക്തത ബീസ് ചർച്ചുകൾക്കില്ല. അപ്പോ ഈ ഒരു പ്രകാശം നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഗ്ലോറി. പിന്നെ ഇതാ നിങ്ങൾ ജീവിതത്തിൽ ഇതാ വിഷയങ്ങളും പ്രയാസങ്ങളുമായിട്ട് ഭാരപ്പെടുന്നുവോ പ്രിയരെ? അതിനൊരു ഒറ്റമൂലി പറഞ്ഞു തരാം. ഒറ്റമൂലി ഇതാ എപ്പോഴാണെന്നറിയാമോ ജീവിതത്തിൽ വിഷയങ്ങളും പ്രയാസമായി നമ്മൾ ഭാരപ്പെട്ട് തകർന്നു പോകുന്നത്? ആദത്തെ നോക്കിയാൽ മതി. ആദം എന്ന് ദൈവത്തിൻ്റെതായിരുന്നുവോ അന്ന് ആദത്തിന്റെ സകല വിഷയവും ദൈവത്തിന്റെ വിഷയമായിരുന്നു. എന്ന് ആദത്തിന്റെ ആയോ സൃഷ്ടിയുടെ ആയോ ആദത്തിന്റെ വൈഫിന്റെ ആയോ ഇതാ എന്ത് സംഭവിച്ചെന്നറിയാമോ? അന്ന് മുതൽ ആദത്തിന്റെ വിഷയങ്ങൾക്ക് ഉത്തരവാദി ആദമാണ്. ഇതിനൊറ്റ മറുമരുന്നേ ഉള്ളൂ, ജീവിക്കുന്നവൻ ദൈവത്തിനായി ജീവിക്കുക. നമ്മുടേതായി ജീവിക്കാതെ ദൈവത്തിൻ്റെതായി ജീവിക്കുക. ഇതാ കർത്താവ് എനിക്ക് തന്ന വണ്ടികൾക്ക് പെട്രോൾ അടിക്കുന്നത് വണ്ടി ഉപയോഗിക്കുന്നവരല്ല. എൻ്റെ ഓഫീസിൽ എനിക്ക് തന്ന വണ്ടികൾക്ക് പെട്രോൾ അടിക്കുന്നത് അത് ഉപയോഗിക്കുന്നവരല്ല, അതിൻ്റെ എല്ലാം പെട്രോൾ അടിക്കുന്നത് ഞാനാണ്. ഗ്ലോറി. ഹല്ലേലൂയ. കാരണം അവർ വണ്ടി ഉപയോഗിക്കുന്നെങ്കിലും വണ്ടി ആരുടേതല്ല, വണ്ടി അവരുടേതല്ല. പക്ഷേ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ വണ്ടി ഉപയോഗിക്കുന്നെങ്കിൽ നിങ്ങൾ അടിച്ചോളണം പെട്രോൾ. നിങ്ങളുടെ വണ്ടിയായിട്ട് ഉപയോഗിക്കണം, നിങ്ങൾ അടിച്ചോളണം പെട്രോൾ. അതുകൊണ്ട് മനസ്സിലാക്കിക്കൊള്ളുക, ഈ ബോഡി ഇത് ഹോൾ ബീങ് സ്പിരിറ്റ് സോൾ ആൻഡ് ബോഡി നമ്മുടേതല്ല, ഇത് കർത്താവിൻ്റെതാണ്. ഈ ഒരു മനോഭാവം നമ്മുടെ അകത്തുണ്ടോ? ദൈവം നമ്മുടെ പുറകിലുണ്ട്.
ഇതല്ലയോ നമ്മൾ നോക്കിക്കൊള്ളണം. ഇനി നീ നിന്റെ നെറ്റിയിലെ വേർപ്പുകൊണ്ട് കഴിച്ചോളണം. ഗ്ലോറി. നമ്മൾ എന്ന് നമ്മുടേതായി തീർന്ന അവസ്ഥയിൽ നിന്ന് മാറി നമ്മൾ എന്ന് ദൈവത്തിൻ്റെതാകുന്നോ പൂർണ്ണമായും ദൈവം നമ്മളെ കരങ്ങളിലെടുക്കും. ദൈവം നമ്മളെ ഉപയോഗിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മളെ കാക്കുവാനായിട്ട് ഇടയാകും. അപ്പോൾ പ്രിയ ദൈവത്തിന് ജനമേ, ഈ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇത് അറിവില്ലാത്തത് കൊണ്ട് ഇന്ന് പലരും തെറ്റിപ്പോകുവാനായിട്ട് ഇടയാകുന്നു. ഓ ലോർഡ്, ഐ ലവ് യു. ഇതാണ് ആദത്തിന്റെ വിഷയം. ഓ ലോർഡ്, ഐ ലവ് യു ഡാഡി. ഇതാ ആദത്തെ ഏദൻ തോട്ടത്തിന് അനുസരണക്കേട് മൂലം ഇറക്കിക്കളയുന്നു. തുടർന്ന് ആദത്തിന്റെ തലമുറകൾ ഇതാ ജനമെല്ലാം മരണത്തിന് പിടിക്കപ്പെട്ട് കിടക്കുന്നു. തുടർന്ന് ഈ മരണത്തിൽ നിന്ന് വിടുവിക്കുവാനാണ് കർത്താവായ യേശുക്രിസ്തു യാഗമായി മാറിയത്. തുടർന്ന് ഇതാ ആ മനുഷ്യനെ ഇതാ ഏതിന് പകരം ചർച്ചിലേക്ക് കൊണ്ടുപോയി ആക്കുന്നു. ഇതാ ഇനി ചർച്ചിലേക്ക് കയറിയിട്ട് മര്യാദയ്ക്ക് യേശുവിനോട് പഠിച്ച് പാസ്സാകണം. വീണ്ടും കോപ്പി അടിക്കാൻ പോണ പോലെ ഇതാ വീണ്ടും സൂത്രപ്പണി കാണിക്കാൻ ഇനിയും പോകരുത്. ഇനിയും സൂത്രപ്പണി കാണിച്ചാൽ ആരാ എക്സാമ്പിള്? അനന്യ സഫീറ. ഇനിയും സൂത്രപ്പണി കാണിച്ചാൽ അനന്യ സഫീറ എക്സാമ്പിളാ. ഇനിയും സൂത്രപ്പണി കാണിച്ചാൽ ആര് എക്സാമ്പിൾ ആണ്? കർത്താവ് പറഞ്ഞു, ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളു. ഇനിയും സൂത്രപ്പണി കാണിക്കരുത്. പകരം കർത്താവോട് പഠിച്ച് എഴുതുക. അങ്ങനെ ജയം പ്രാപിക്കുക. നമുക്ക് വേണ്ടി ഒരു സിംഹാസനം ഒരുങ്ങി കിടക്കുകയാണ്. ഗ്ലോറി. ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരുത്തും. അതുകൊണ്ട് എല്ലാ സൂത്രപ്പണികളും നമുക്ക് തള്ളിക്കളഞ്ഞുകൊണ്ട് എല്ലാം അതിന് ഉപേക്ഷിച്ചുകൊണ്ട് ഇതാ ജയം പ്രാപിക്കാൻ ദൈവത്തെ ശരണപ്പെടാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ജയിച്ചാൽ സിംഹാസനം, തോറ്റാൽ തീപ്പൊയ്ക. ഇതിന്റെ രണ്ടിടയിൽ ഒരു സ്ഥലമില്ല. അതുകൊണ്ട് പ്രിയ ദൈവജ്ഞനമേ, ഈ നാളുകളില് ഈ ലോകത്തിലേക്ക് നോക്കി, ലോകത്തിലെ ഭക്തന്മാരെ നോക്കി ഉഴപ്പുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ അകത്ത് കിടക്കുന്നത്. ഇതൊക്കെ അതെല്ലാം പറിച്ചെടുത്ത് ദൂരെ കളഞ്ഞിട്ട് യേശു എങ്ങനെ ജീവിച്ചുവോ അതേപോലെ ജീവിക്കാൻ ഒറ്റയടിക്ക് പറ്റണമെന്നില്ല. കർത്താവ് ശരണപ്പെടുക. ഡേ ബൈ ഡേ കർത്താവ് നമ്മളെ അതിന് സഹായിക്കും. ഡേ ബൈ ഡേ കർത്താവ് നമ്മളെ സഹായിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, വിശ്വാസികളുടെ ഇത്ര വലിയ സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുമ്പോൾ ഇവരൊന്നും നോക്കാനല്ല, യേശുവിനെ നോക്കുക. ഗ്ലോറി ടു ഗോഡ്. നമ്മളെ കമ്പയർ ചെയ്യുമ്പോൾ ആരുമായിട്ട് കമ്പയർ ചെയ്യണമെന്ന് അറിയാമോ? എന്നെ കമ്പയർ ചെയ്യുമ്പോൾ പാസ്റ്റർ ഷൈജു ആയിട്ടോ നിങ്ങളായിട്ടോ ഒന്നുമല്ല കമ്പയർ ചെയ്യേണ്ടത്. ഞാൻ എന്നെ കമ്പയർ ചെയ്യുമ്പോൾ യേശുവായിട്ട് കമ്പയർ ചെയ്യുക. അപ്പൊ എനിക്ക് ധാരാളമായി വളരാനുണ്ടാകും. ഗ്ലോറി. അല്ല, ചുറ്റുമുള്ളവരായിട്ട് കമ്പയർ ചെയ്താൽ വളരാനില്ല. ഇവരെ നോക്കൂ, ഞാൻ അവരെക്കാളൊക്കെ എത്ര ബെറ്ററാ. അങ്ങനെയല്ല. കർത്താവ് യേശുവിനെ നോക്കുക. ആ വിശ്വാസ നായകന് പൂർത്തി യേശുവിനെ നോക്കുക. അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ട സ്ഥിരതയോടെ ഓടുക. ഗ്ലോറി. അപ്പോൾ ഈ നിമിഷങ്ങളിൽ ഒരു സമയം പോലും നഷ്ടമാക്കരുത്. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറഞ്ഞ സമയം തക്കത്തിൽ ഉപയോഗിക്കുക. എന്തിനു വേണ്ടി? ഇതാ എന്റെയും നിങ്ങളുടെയും ഉള്ളിലുള്ള ആ ലോകാനുരൂപത എടുത്തു കളഞ്ഞ് ഇതാ സ്വർഗാനുരൂപതയിലേക്ക് നമ്മൾ മാറുവാനായിട്ട് ഇടയാകണം. ഗ്ലോറി. ഹല്ലേലൂയ. അതിന്റെ പ്രിയരെ സഹോദരങ്ങളെ, മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മുൻപില് നമ്മൾ ഇന്ന് നിങ്ങൾ രാവിലെ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നോക്കിയിട്ട് വന്ന ആ മിറർ ഉണ്ടല്ലോ, ആ മിററിൽ നശിച്ചു പോകാൻ പോകുന്ന നിങ്ങളുടെ ശരീരം മാത്രമേ കാണത്തുള്ളൂ. ഗോദാറെ, ഈ നശിച്ചു പോകാൻ പോകുന്ന ഈ ശരീരം മാത്രമേ ആ മിററിൽ കാണത്തുള്ളൂ. എന്നാൽ നമുക്കിത് കാണുന്നതായി നമുക്ക് കാണാത്ത സോളുണ്ട്, കാണാത്ത സ്പിരിറ്റും ഉണ്ട്. ഈ രണ്ടും, സോളും സ്പിരിറ്റും പോകേണ്ടത് ദൈവത്തിങ്കിലേക്കാണ്. ഗ്ലോറി. ഇത് കാണാത്തതാ. ഇതിലേക്ക് വേണം നമ്മുടെ ഫോക്കസ് ആയിരിക്കാൻ. കാണുന്ന ശരീരമുണ്ട്. ഈ ശരീരം പോകേണ്ടത് മണ്ണിലേക്കാ. ഒരു വിഡ്ഢിയെ പോലെ നമ്മുടെ 24 hours നമ്മൾ ഈ ശരീരത്തിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നാം മൃഗീയ സഭയിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. എന്നാൽ അതിൽ നാം മാറുവാനായിട്ട് ഇടയാകണം. ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ ഈ ലോകത്തിൽ മാത്രം പ്രത്യാശയ്ക്ക് വേണ്ടി ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ സകല മനുഷ്യരും അരിഷ്ടരാ. എന്നാൽ ഈ നാളുകളിൽ ഇതാണ് നമ്മുടെ ഫ്ലഷ്ലി സൈഡ്. നമ്മുടെ ശരീരവും പഴയ മനുഷ്യനോട് ചേർന്ന ഫ്ലഷ്ലി സൈഡ്. നമ്മൾ ആ മനുഷ്യൻ, നിങ്ങൾ രാവിലെ കണ്ണാടിയിൽ നോക്കിയിട്ട് വന്നില്ലേ? രാവിലെ കണ്ണാടിയിൽ നോക്കിയിട്ട് വന്നത് ആ മനുഷ്യനായി കാണുന്നേ. അതിന്റെ ശരീരം മാത്രമേ നിങ്ങൾ കണ്ടോളൂ, നിങ്ങളെ കണ്ടില്ല. ശരീരം മാത്രമേ നിങ്ങൾ കണ്ടോളൂ. തുടർന്ന് ശ്രദ്ധിച്ചേ. തുടർന്ന്
നിങ്ങൾ ശ്രദ്ധിച്ചത് ശരീരത്തിന്റെ ആ കവിളിൽ ഒരു കറുത്ത പാടിരിക്കണം, ചെളിയിരിക്കണം. ഉടനെ തന്നെ അത് മാറാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയും, അല്ലെങ്കിൽ സ്കിൻ ഡിസീസ് ആയിരിക്കാം, അത് മാറാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയും അത് മാറാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും മാത്രമായിട്ട് അവസാനിക്കുക. ഇതല്ല നമ്മുടെ ആത്മീക ജീവിതം. ഗ്ലോറി. അവിടെ ഒരു രോഗം പറ്റി, കവിളിൽ ഒരു രോഗം വന്നു, ഉടനെ അത് മാറാൻ വേണ്ടി, അത് മാത്രമല്ല സഹോദരങ്ങളെ, അതൊക്കെ മാറേണ്ടത് ആവശ്യമായി. എന്നാൽ അതിൽ അതമ്പതിക്കരുത്. ഗ്ലോറി. തുടർന്ന് ഇതാ അടുത്തത്, ആ വയറ്റിപ്പഴപ്പിന് വേണ്ടിയുള്ള ഈ ശരീരം ശവപ്പെട്ടിയിലേക്ക് പോകാനുള്ള ഈ ശരീരത്തിന്റെ വയറ്റിപ്പഴപ്പിന് വേണ്ടിയുള്ള ആഹാരത്തിന് വേണ്ടി മാത്രമായിട്ട് അവസാനിക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? ഇതാ ശ്രദ്ധിച്ചേ. ഇതാ തുടർന്ന് ഷർട്ട് ഒന്ന് കീറി ഇനി പുതിയ ഷർട്ടിന് വേണ്ടി അതിന് മാത്രമായിട്ട് നിങ്ങളുടെ ഭക്തി അവസാനിപ്പിക്കരുത്. ഇതൊക്കെ നിങ്ങൾക്ക് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് കാണാൻ പറ്റുന്ന കാര്യങ്ങളാ. എന്നാൽ ഈ സമയത്ത് ഇതാ സ്വർഗത്തിലെ ദൈവം നമുക്ക് മറ്റൊരു കണ്ണാടി തന്നിട്ടുണ്ട്, വിശുദ്ധ വേദപുസ്തകമാകുന്ന കണ്ണാടി. ഈ കണ്ണാടിയിലൂടെ കാണുന്ന നമ്മുടെ ഈ ശരീരത്തെ അല്ല, ഈ കണ്ണാടിയിലൂടെ കാണുന്നത് നമ്മുടെ അകത്തെ മനുഷ്യനെയാണ്. ഈ കണ്ണാടിയിലൂടെ കാണുന്ന നമ്മുടെ അകത്തെ മനുഷ്യനെയാ. അതാണ് ഈ വിശുദ്ധ വേദപുസ്തകം. അത് ദൈവത്തിൽ നിന്ന് നമുക്ക് തരുന്ന വചനങ്ങളിലൂടെയാണ് നമ്മൾ നമ്മളെ കാണുന്നത്. ദൈവത്തിൽ നമുക്ക് തരുന്ന വചനങ്ങളിലൂടെ. അപ്പോൾ ആ വചനങ്ങളിലൂടെ നമ്മൾ നമ്മളെ കാണുമ്പോൾ ഇതാ പ്രിയരെ, നമ്മൾ നമ്മുടെ ആത്മാവിനെ ആസ് ഇറ്റ് ഈസ് കാണുവാനായിട്ടിടയാകും. ആത്മാവിനെ ആസ് ഇറ്റ് ഈസ് കാണുവാനായിട്ടിടയാകും. ശ്രദ്ധിച്ചേ, ഇവിടെ നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറയും, നമുക്ക് വേണ്ടത് ഒരു തിരിവാണ്. നമ്മുടെ സോൾ ഒന്ന് തിരിയണം. പകരം നമ്മുടെ സോള് എപ്പോഴും ലോകത്തിലേക്കും ലോകകാര്യങ്ങളും, ഈ ശരീരത്തിന്റെ തൊലി വെളുക്കാനും മുടി കൂടുതൽ കറക്കാനും ഇതാ പാന്റ് ഷർട്ടുകൾക്ക് പുതിയതും അത് മാത്രം നോക്കിക്കൊണ്ടിരിക്കാതെ പകരം നമ്മുടെ സോൾ എന്ത് ചെയ്യണം? ഇതൊന്ന് തിരിയണം. ഇതിന്റെ പേരാണ് മാനസാന്തരം. നമ്മുടെ സോള് തിരിയണം. ഇതുകൊണ്ട് ദൈവവചനം പറഞ്ഞ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ശരീരം മാറാനല്ല പറഞ്ഞേ, മനസ്സ് മാറ്. നിങ്ങളുടെ മനസ്സിനൊരു മാറ്റം വേണം, ഒരു തിരിവ് വേണം. തിരിവ്. ഇതാണ് മാർക്കോസ് 1:15 പറയുന്നത്. ഇതുപോലെ തന്നെയാണ് ജെയിംസ്, യാക്കോബ് 1-ാം അധ്യായം അതിന്റെ 23, 22, 23, 24 വാക്യങ്ങൾ പറഞ്ഞെന്താ? അവിടെ പറയുകയാണ്, കുഞ്ഞുങ്ങളെ, നിങ്ങൾ കടന്നു വന്നിട്ട് ദൈവവചനം കേൾക്കുമ്പോ എന്താ കേൾക്കുന്നേ? ദൈവവചനം കേൾക്കുമ്പോ ഇതാ നിങ്ങളെ തന്നെ കണ്ണാടിയിൽ കാണുകയാണ്. നിങ്ങളെ തന്നെ കണ്ണാടിയിൽ കാണുക. അത് ശരീരത്തെ അല്ല കാണുന്നത്, നിങ്ങളുടെ പുതിയ സൃഷ്ടിയായ ആ ആത്മാവ് എങ്ങനെയുള്ളതാണെന്ന് നിങ്ങൾ ആദ്യം കാണും. അതിനുശേഷം സോളിന്റെ ലെവൽ ഏതാണെന്ന് കാണും. ഗ്ലോറി. അപ്പൊ പുതിയ സൃഷ്ടിയായ ദൈവത്തെ, നിങ്ങൾ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട ഒരു മനുഷ്യനെ നമ്മുടെ ആത്മമണ്ഡലത്തിൽ കാണും. ആമേൻ. ആ വചനത്തിലൂടെ കാണും. ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങളുടെ ഉള്ളിൽ പുതിയതായി സൃഷ്ടിക്കപ്പെട്ട ദൈവാനുരൂപനായ പുതിയ മനുഷ്യൻ. ആഹാ, എന്റെ ഉള്ളിൽ ആത്മാവിൽ അങ്ങനെ ഒരുവനുണ്ടോ? ആത്മാവിൽ അങ്ങനെ ഒരുവൻ എന്റെ അകത്ത് ഉണ്ടോ? ഗ്ലോറി. ഹല്ലേലൂയ. ഉടനെ അടുത്ത നിങ്ങൾ കാണുന്നത് അങ്ങനെ ഈ ആത്മീയ മനുഷ്യൻ പുതിയ സൃഷ്ടിയാണ്. പക്ഷേ ഇത് അടുത്തത് കാണുന്നത് അവന്റെ സോളിനെയാണ്. ഈ സോളിലേക്ക് നോക്കുമ്പോ, അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ. എന്റെ ഉള്ളിൽ പുതിയതായി സൃഷ്ടിക്കപ്പെട്ട ആത്മാവ് ദൈവാനുരൂപനാണ്. പക്ഷെ എന്റെ സോളോ അവൻ ചതി മോഹങ്ങളാൽ വഷളായി പോയ പഴയ മനുഷ്യൻ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? പെട്ടെന്ന് നിങ്ങൾ കണ്ണാടി നോക്കിയപ്പോഴാണ് കണ്ടത് നിങ്ങളുടെ തലയിൽ മുഴുവൻ അറക്കപ്പൊടിയും ശരീരം മുഴുവൻ ഇതാ ചെളി പിടിച്ചിരിക്കുന്നത് കണ്ടു. നിങ്ങൾ ഉടനെ കണ്ടാൽ എന്ത് ചെയ്യും? അതുവരെയും കണ്ടില്ല, എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ ശങ്കര എന്തുകൊണ്ട് വിശേഷങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കണ്ണാടി വെച്ച് തന്നെ. ഉടനെ ഇത് കണ്ടാൽ നിങ്ങൾ ഉടനെ എന്ത് ചെയ്യും? ഉടനെ തന്നെ ഞാൻ പിന്നെ വരാം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ പോയി കുളിച്ച് ഷർട്ടൊക്കെ മാറിയില്ലേ? അങ്ങനെ ഇതേപോലെ വചനത്തിലൂടെ നമ്മളെ കാണുമ്പോ ആ പഴയ മനുഷ്യനെ, എങ്ങനെ ഇരിക്കുന്ന മനുഷ്യൻ? ചതി മോഹങ്ങളാൽ വഷളായി പോയ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച ഷർട്ട് ഊരി കളയുന്നത് പോലെ ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്യും? ഇതാ ആ പുതിയ മനുഷ്യനെ, ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കണം. ഇതിന് ധരിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ഈ വചനമാകുന്ന കണ്ണാടിയിലൂടെ എന്നെയും നിങ്ങളെയും കാണണം. അല്ലാതെ ബീസ് ചർച്ചകൾ ചെയ്യുന്നത് പോലെ വീണ്ടും ആ ശരീരത്തിലേക്ക് ഫോക്കസ്. ദൈവരാജ്യം പ്രസംഗിച്ചാലുണ്ടല്ലോ നിനക്ക് ശരീരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇങ്ങനെ അല്ല വേണ്ടത്. പ്രശ്നങ്ങൾ ഉണ്ടാകും. ഈ ലോകം പ്രശ്നങ്ങളുടെ സ്ഥലമാ. ഇനിയും പ്രശ്നങ്ങൾ കൂടാൻ പോകുന്നതേ ഉള്ളൂ, ഒട്ടും കുറയാൻ പോകുന്നില്ല. പക്ഷെ എന്റെ അപ്പൻ ഇന്നും സിംഹാസനത്തിലുണ്ട്. ഗ്ലോറി. ഈ ശരീരം എത്ര പ്രശ്നം ഉണ്ടായി മരിച്ചാലും എന്റെ അപ്പൻ എനിക്ക് വേറെ എന്ത് ഒരുക്കിയിട്ടുണ്ട്.
ഗ്ലോറി. അത് ഈ ഒരു ബോധം ദൈവജനത്തിന് കൊടുക്കുവാൻ ഇടയാകണം. മരണമേ നിന്റെ ജയം എവിടെ? ഇതാ ഞാൻ മറ്റൊരു സിറ്റിസൺഷിപ്പിൽ, സ്വർഗ രാജ്യത്തിന്റെ സിറ്റിസൺഷിപ്പിൽ ഈ മരണത്തിന്റെ മണ്ഡലം വിട്ട് ജീവിക്കാൻ തുടങ്ങി കഴിഞ്ഞു. എനിക്ക് ഇരട്ട പൗരത്വമാവുള്ളേ. താൽക്കാലിക പൗരത്വത്തെ മാത്രമേ നിനക്ക് മാറ്റാൻ പറ്റൂ, പക്ഷെ എന്റെ നിത്യ പൗരത്വത്തെ മാറ്റാൻ നിനക്ക് കഴിയത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. തുടർന്ന് നമ്മുടെ ജീവിതം ശ്രദ്ധിച്ചേ. ഈ ഭൂമിയിൽ കണ്ടതും കേട്ടതും അവര് പറഞ്ഞത് ഇവര് പറഞ്ഞതനുസരിച്ച് ഭൂമിയിലെ ജീവിതം നീങ്ങത്തില്ല. പകരം നിങ്ങൾ ദൈവരാജ്യത്തിന്റെ കീഴിലാ. ദൈവം പറയുന്നു ആത്മാവിലൂടെ ഇതാ ദേഹിക്ക് കിട്ടുന്നു, ശരീരം അത് പ്രവർത്തിക്കുന്നു. ദൈവം പറയുന്നു, ശരീരം അത് പ്രവർത്തിക്കുന്നു. ദൈവം പറയുന്നു, ശരീരം അത് പ്രവർത്തിക്കുന്നു. ദൈവം പറയുന്നു, ശരീരം അത് പ്രവർത്തിക്കുന്നു. ഇന്ന് അങ്ങനെയല്ല. ലോകത്തിൽ കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു. അവര് പറഞ്ഞു, ഇവര് പറഞ്ഞു, മറ്റവര് പറഞ്ഞു. ഇങ്ങനെയാ ജീവിതം. അവര് പറഞ്ഞതല്ല, ഇവര് പറഞ്ഞതല്ല, മറ്റവര് പറഞ്ഞതല്ല. എന്റെ കർത്താവ് പറഞ്ഞു, ജീവിക്കാതെ വഴി ആത്മാവാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിന്റെ മക്കൾ. ഗ്ലോറി. അവർ ജയം പ്രാപിക്കുവാനായിട്ട് ഇടയാകും. അപ്പൊ പ്രിയ ദൈവത്തിന്റെ ജനമേ, ഈ നാളുകളിൽ ബീസ് ചർച്ചുകൾ ഫോക്കസ് ചെയ്യുന്നത് പഴയ മനുഷ്യനില്ല. ട്രൂ ചർച്ചുകൾ ഫോക്കസ് ചെയ്യുന്നത് പുതിയ മനുഷ്യനില്ല. ബീസ് ചർച്ചുകൾ ഫോക്കസ് ചെയ്യുന്നത് പഴയ സൃഷ്ടിയിലാണ്. ട്രൂ ചർച്ചുകൾ, സത്യസഭകൾ ഫോക്കസ് ചെയ്യുന്നത് പുതിയ സൃഷ്ടിയിലാണ്. തർക്കങ്ങൾ മൂത്തപ്പോ അവസാനം പൗലോസ് ഇങ്ങനെ പറഞ്ഞു. പരിച്ഛേദനവും അഗ്രജാമവും തർക്കം നടക്കുക, വെള്ളവസ്ത്രവും മീശ വടിക്കലും തർക്കം നടക്കുന്നത് പോലെ. പരിച്ഛേദനവുമല്ല, അഗ്രചർമ്മവുമല്ല, പുതിയ സൃഷ്ടിയത്രേ കാര്യം. മനസ്സിലായോ? ആ പുതിയ സൃഷ്ടിയാ സ്വർഗരാജ്യത്തിലെ പൗരൻ. അവനാ എന്നു ജീവിക്കേണ്ടേ. ഈ ശരീരം ഇതാ ഈ ഭൂമിയിലെ ഏതെങ്കിലും ഡിനോമിനേഷൻ്റെ ഉള്ളിലായിരിക്കാം, സഭകളാണെങ്കിൽ. അല്ല എങ്കിൽ ഇതാ രക്ഷിക്കപ്പെടാത്ത കൂട്ടത്തിലായിരിക്കാം. അവരോട് ഇതാ കർത്താവിന്റെ ആഹ്വാനം ചെയ്യുന്നു, രക്ഷിക്കപ്പെടുക, ദൈവരാജ്യത്തിലേക്ക് കടന്നു വരിക, ദൈവരാജ്യത്തിലേക്ക് കടന്നു വരിക, സഭയോട് ചേരുക. സഭയിലുള്ളവരോട് കർത്താവ് ഇത് ആഹ്വാനം തരുന്നു. കർത്താവിനോട് പഠിച്ച് ജയം പ്രാപിക്കുക. ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. Oh Lord, we thank you, Father. We thank you for the word that you had given, Daddy. കർത്താവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യഹോളിലായിരിക്കുന്ന, ശബ്ദപരിധിയിലായിരിക്കുന്ന ജനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. വചനം ഏറ്റെടുത്ത് വചനമാകുന്ന കണ്ണാടിയിലൂടെ കാണേണ്ടത് കണ്ട് അവനവന്റെ പുതിയ മനുഷ്യനെയും പഴയ മനുഷ്യനെയും കണ്ടു മനസ്സിലാക്കി പഴയതിനെ ഉപേക്ഷിച്ച് പുതിയതിനെ ധരിക്കുവാൻ ഇവർക്ക് കൃപ കൊടുക്കണമേ. ഇവരെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ചുമന്നതാം എൻ യേശുനാഥനെ, ശത്രുവിൻ തലയെ തകർത്തതാം എൻ യേശുനാഥനെ, ലോകത്തിൻ പാപത്തെ ചുമന്നതാം എൻ യേശുനാഥനെ, ശത്രുവിൻ തലയെ തകർത്തതാം എൻ യേശുനാഥനെ. ഓ രാജാവേ, എൻ